ഹായ്, ഞാൻ ഡോക്ടർ നിതിൻ ഹെൻറി, MVR ക്യാൻസർ സെന്ററിലെ സീനിയർ കൺസൾട്ടന്റ് ആണ്. ഒരു വ്യക്തി രക്തം ദാനം നൽകുന്നതിലൂടെ അയാൾ ഒരു സമൂഹത്തിന് തന്നെയാണ് ഗുണം ചെയ്യുന്നത്. സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും രക്തം ദാനത്തിൽ നിന്ന് പിന്മാറി നിൽക്കാൻ പറ്റുന്നതല്ല. നമ്മൾ രക്തം ദാനം നൽകിയാൽ മാത്രമേ ആവശ്യമുള്ള ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള സമയത്ത് രക്തം ലഭിക്കുകയും അയാൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും ചെയ്യുകയുള്ളൂ. രക്തദാനത്തിന് ദാതാവിനും വളരെയധികം ഗുണങ്ങളുണ്ട്. പ്രധാനമായി വരുന്നത്, ഒരു രക്തദാനം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിൽ പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുകയും ഒരു സംതൃപ്തി അനുഭവപ്പെടുകയും ചെയ്യും. ആ സംതൃപ്തി ശരിക്കും വേറെ എന്ത് ചെയ്താലും കിട്ടുകയില്ല എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. രണ്ടാമത്തത്, രക്തദാനത്തിന്റെ സമയത്ത് നിങ്ങളുടെ ആരോഗ്യ അവസ്ഥ ഞങ്ങൾ ബ്ലഡ് ബാങ്ക് ടെസ്റ്റ് ചെയ്യപ്പെടുകയും നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നൽകുകയും 67 ചോദ്യങ്ങളുള്ള ഒരു ചോദ്യാവലി നിങ്ങൾ പൂരിപ്പിക്കുന്നതിലൂടെ രക്തം ദാനം നൽകാനുള്ള ആരോഗ്യാവസ്ഥ നിങ്ങൾക്കുണ്ടോ എന്ന് വിശകലനം ചെയ്യപ്പെടുകയും ചെയ്യും. ഇതിനുശേഷം നിങ്ങളുടെ ബ്ലഡ് HIV, ഹെപ്പറ്റൈറ്റിസ് ബി, HCV, സിഫിലിസ്, മലേറിയ മുതലായ അസുഖങ്ങൾ, രക്തത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യപ്പെടുകയും ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളെ തിരിച്ചു വിളിച്ച് അതിന് എങ്ങനെ മുന്നോട്ട് പോകാം, അതുമായി എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള കൗൺസിലിംഗ് തരികയും ചെയ്യും. ഇതുകൂടാതെ രക്തദാനം പല പഠനങ്ങളും കാണിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഫ്രീ റാഡിക്കൽസ് കുറയുകയും അതിനാൽ കാർഡിയോവാസ്കുലർ ആക്സിഡൻസ്, സെർബ്രോവാസ്കുലർ ആക്സിഡൻസ് പോലുള്ള അസുഖങ്ങൾ അവോയ്ഡ് ചെയ്യാനും ഒരു പരിധിവരെ സാധിക്കും. കൂടാതെ ഓസ്ട്രേലിയയിൽ ഫയർ ഫൈറ്റേഴ്സ് ആയിട്ട് ഫയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ ഇടയിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ റെഗുലറായി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് രക്തത്തിൽ നോക്ഷ്യസ് ഗ്യാസുകളുടെ പ്രസൻസ് വളരെ കുറവായി എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം റെഗുലറായിട്ട് രക്തം ദാനം ചെയ്യുന്നവർക്ക് മാത്രം കണ്ടുവരുന്ന ഗുണങ്ങളാണ്. അതിന് നിങ്ങൾ ഒരു വർഷം മിനിമം 3 വട്ടമെങ്കിലും ഡൊണേറ്റ് ചെയ്തിരിക്കണം. നന്ദി.